കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഹായ് മക്കളെ, AK ആണ്. നമ്മളിതാ ഇന്നൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്, ഫിസിക്സിലെ നോ പ്രോബ്ലം സീരീസ്. എന്താണെന്ന് വെച്ചാൽ അറിയാവോ? നോ പ്രോബ്ലം സീരീസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയ കുറേ സാധനങ്ങൾ ഫിസിക്സിലുണ്ട്. എന്നോട് പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഈ ഏരിയ കുറച്ച് കട്ടിയാണ് സാറേ, ഇതിലെ പ്രോബ്ലംസ് മനസ്സിലാവുന്നില്ലെന്ന് കുറേ കുട്ടികൾ പറയാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീരീസ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ടഫായ കുറേ പ്രോബ്ലംസ് ഞാൻ വിചാരിക്കുന്ന എല്ലാ ദിവസവും ഒരു പ്രോബ്ലം വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാകും. എല്ലാ പ്രോബ്ലംസും ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് സാധനമല്ല, അതുകൊണ്ട് ചെറിയ സിമ്പിൾ അല്ല, കുറച്ച് കട്ടിയുള്ള സാധനം നമ്മൾ പറയാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഈ പ്രോബ്ലം ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ചോദ്യങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. എ ഡിവൈസ് ഈസ് ലാബിൾഡ് ആസ് 1000 വാട്ട് 220 വോൾട്ട്. അതായത് ഒരു ഉപകരണം 1000 വാട്ട് 220 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ഹാഫ്. വോൾട്ടേജ് പകുതിയാക്കി. സോ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ പവർ. പവറിൽ എന്ത് മാറ്റം ഉണ്ടാവും? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലൊരു ബൾബ് ഉണ്ട്. ആ ബൾബിന് വോൾട്ടേജ് ഉണ്ടാവും, നന്നായിട്ട് അത് കത്തുന്നുണ്ട്. വോൾട്ടേജ് കുറഞ്ഞ എന്താ സംഭവിക്കുക? ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറയൂലേ? ഇല്ലേ? അപ്പം അതിൻ്റെ പവറല്ലേ കുറയുന്നത്. സോ വോൾട്ടേജ് കുറഞ്ഞാൽ പവർ ഉറപ്പായിട്ടും കുറയും. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, വോൾട്ടേജ് നേരെ ഹാഫ് ആയല്ലോ അല്ലേ? അപ്പൊ പവർ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? പവറും ഹാഫ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ച് വെച്ചാൽ നിങ്ങൾ തെറ്റിപ്പോവും. പവർ എന്തായിട്ട് മാറും അറിയാവോ? 1/4 ആയിട്ട് മാറും. ഞാൻ ഈ പ്രോബ്ലത്തിന്റെ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്താ ഈ പ്രോബ്ലത്തിന്റെ ട്രിക്ക്? ക്വസ്റ്റ്യൻ നോക്കുക. വോൾട്ടേജ് പകുതിയാകുന്ന പ്രോബ്ലം ആണെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മുടെ ആൻസർ 1/4 ആയിട്ട് മാറും. ഇവിടെ നമ്മുടെ പവർ 1000 വാട്ട് ആണ് അല്ലേ? അപ്പം വോൾട്ടേജ് ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 1000/4 ഈസ് ഈക്വൽ ടു 250 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് എത്തണം. എങ്ങനെ എത്തും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഞാൻ പറയാൻ പോവാണ്. അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയത്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയോ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ചേഞ്ച് ഇൻ പവർ കാണാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചോദ്യം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ സുഖമാണ് പ്രോബ്ലം ചെയ്യാൻ. കാരണം നമ്മളിവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും അല്ലേ? പ്രതിരോധം കണ്ടുപിടിക്കും. ശേഷം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, എന്താ നമ്മൾ ചെയ്തിരിക്കണേ? നമ്മൾ ചെയ്ത കാര്യത്രയേ ഉള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന പവർ എത്രയാണ്? 1000 വാട്ടാണ് നമ്മുടെ പവർ. എത്രയാണ് വോൾട്ടേജ്? വോൾട്ടേജ് 220 വോൾട്ടാണ്. ഈ വോൾട്ടേജ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞത്? വോൾട്ടേജ് പകുതിയാക്കി മാറ്റി, 110 വോൾട്ടേജ് ആക്കി മാറ്റിയിട്ടുണ്ടടാ. ശരിയല്ലേ? അപ്പോൾ വോൾട്ടേജ് 110 വോൾട്ടേജ് ആക്കി മാറ്റിയ അവസരത്തിൽ നമ്മൾ മാറിയ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പവർ കാണാൻ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. V × I ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു V²/R ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു I²R ഉണ്ട്. ഇങ്ങനെ 3 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേസമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ഡിവൈസിന് ഓൾറെഡി നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജും പവറുമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് കൊടുത്താൽ 1000 വാട്ട് കിട്ടുന്ന. പക്ഷെ വോൾട്ടേജ് മാറി 110 വോൾട്ട് ആയി കഴിഞ്ഞപ്പോഴുള്ള പവറല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ വോൾട്ടേജ് നമുക്ക് ഏതാ പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടത്? ഇതാ ഉപയോഗിക്കേണ്ടത് അല്ലേ? 110 വോൾട്ട് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴുള്ള പവർ കാണാൻ നമുക്ക് എന്ത് തന്നു? വോൾട്ടേജ് ഈസ് ഗിവൺ. അപ്പോൾ വോൾട്ടേജ് ഉള്ള ഇക്വേഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഏതാ ഇക്വേഷൻ? വോൾട്ട് 2 ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ഈ ഇക്വേഷനും ഉണ്ട്. സോ വോൾട്ടേജ് ഉള്ള 2 ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റൂല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പവർ ഈസ് ഈക്വൽ ടു I²R എടുക്കാൻ പറ്റൂല. ഓക്കെ, മുന്നോട്ടേക്ക് പോയാലോ? ശ്രദ്ധിച്ചോ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പവറിന്റെ ഇക്വേഷൻ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് അല്ലേ?
അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ I കാണണം അല്ലെങ്കിൽ R നമ്മൾ കണ്ടുപിടിക്കണം. ഈ ചോദ്യമാണ് തന്നത് എങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിക്കും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇവിടെ വാല്യൂ കൊടുത്തിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏത് തന്നെയാണ്? പവർ ഈസ് ഈക്വൽ ടു V²/R തന്നെയാണ് എടുക്കേണ്ടത് മക്കളെ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാവും. I കണ്ടുപിടിച്ചാലും മതിയല്ലോ. പക്ഷെ നമ്മൾ I കണ്ടുപിടിക്കാൻ പോകരുത്. കാരണം പവറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു എന്നൊരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം വോൾട്ടേജും കറൻറ്റും പ്രൊഡക്റ്റായിട്ട് വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വോൾട്ടേജ് മാറുമ്പം കറണ്ടിലും വ്യത്യാസമുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പവർ 100 വാട്ടാണെന്ന് വിചാരിക്കൂ. വോൾട്ടേജ് 2 വോൾട്ട് ആണെങ്കിൽ കറണ്ട് 50 ആംപിയർ ആയിരിക്കും. ശരിയല്ലേ? നോക്കൂ, പവറിൽ വ്യത്യാസം ഉണ്ടാവാതെ നമുക്ക് വോൾട്ടേജ് കൂട്ടി 50 വോൾട്ടാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറഞ്ഞു. അപ്പോൾ വോൾട്ടേജിൽ മാറ്റം ഉണ്ടാകുമ്പോൾ കറണ്ടും മാറുന്നതിനെ കൊണ്ട് നമ്മൾ എന്തെടുക്കാൻ പാടില്ല? ഈ ഇക്വേഷൻ എടുക്കുന്നത് കറണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ടത് ഇക്വേഷൻ പവർ ഈസ് ടു V²/R എടുക്കേണ്ടത്. സെറ്റാണേ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒന്നുകൂടി ഞാൻ എഴുതുകയാണ്. പവർ ഈസ് ഈക്വൽ ടു 1000 വാട്ട്, വോൾട്ടേജ് 220 വോൾട്ടാണ്. ഇത് കുറഞ്ഞിട്ട് വോൾട്ടേജ് എത്രയായിട്ട് മാറി? 110 വോൾട്ടായിട്ട് മാറി. പവർ കാണാൻ ഏത് ഇക്വേഷൻ എടുക്കണം? V²/R എടുക്കണം. ഇവിടെ V² എത്രയാണ്? V എന്ന് പറഞ്ഞാൽ മാറിയ വോൾട്ടേജ് ആണ് അല്ലേ? എത്രയത്? 110 ഇൻറ്റു 110 എന്നല്ലേ കിട്ടുക? ഡിവൈഡ് ബൈ R ആണ് വരുന്നത്. അപ്പോൾ R കണ്ടുപിടിക്കണം അല്ലേ? R എന്ന് പറഞ്ഞാൽ ആരുടെ R ആണ്? R എന്ന് പറഞ്ഞാൽ ഡിവൈസിന്റെ പ്രതിരോധമല്ലേ? R അല്ലെങ്കിലും മാറുന്നില്ലല്ലോ, പ്രതിരോധം മാറില്ലല്ലോ. പക്ഷെ ഡിവൈസ് ഏതാണ്? 1000 വാട്ടും 220 വോൾട്ടുമുള്ള ഡിവൈസാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ 1000 220 ഈ വാല്യൂ ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് കാണേണ്ടത്? R കാണേണ്ടത്. ഈ R കണ്ട് നേരെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി മക്കളെ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ R കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഈ Pയും Vയും Rഉം ഇക്വേഷൻ ഏതാ? പവർ ഈസ് ഈക്വൽ ടു V²/R എല്ലാവർക്കും അറിയാലോ. ഇവിടുന്ന് R ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ കിട്ടുക? R ഇൻറ്റു P ഈസ് ഈക്വൽ ടു V² എന്ന് കിട്ടും. അവിടുന്ന് R കാണാൻ എന്ത് ചെയ്താൽ മതി? P ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? R ഈസ് ഈക്വൽ ടു V²/P എന്ന് കിട്ടും. സോ നമ്മൾ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 220 ഇൻറ്റു 220 ഡിവൈഡ് ബൈ 1000 കിട്ടും. 0യും 0യും കട്ട് ചെയ്യാം. ഈ 0യും ഈ 0യും കട്ട് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 22 22 484. 484 ഡിവൈഡ് ബൈ 10 ദാറ്റ് മസ്റ്റ് ബി 48.4 എന്ന് കിട്ടും. ക്ലിയർ ആണ്? അപ്പോൾ R കിട്ടി എത്രയാണ്? R 48.4 ആണ്. ഇതിവിടെ കൊടുത്താൽ പോരെ? കൊടുക്കട്ടെ? യെസ്, ഞാൻ കൊടുക്കുകയാണ്. സോ എനിക്ക് നേരെ എന്ത് കിട്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചെയ്യാണ്. എനിക്ക് കിട്ടും 110 ഇൻറ്റു 110 പറഞ്ഞാൽ 12100 അല്ലേ നമുക്ക് കിട്ടാം. 121 അല്ലേ? സോ 12100 ബൈ 48.4 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 250 എന്ന് ഉത്തരം കിട്ടും. ഇത്രയും വാട്ടാണ്. ഇതാണ് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നമ്മുടെ ആൻസർ എത്രയാണ്? 250 ആണ്. നിങ്ങൾ 12100 ബൈ 48.4 ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 250 വാട്ട് കിട്ടും. ക്ലിയർ ആണോ? സെറ്റാണോ? ഞാൻ പറഞ്ഞു ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയ കുറച്ച് പ്രശ്നബാധിതമായ ഒരു പ്രോബ്ലമാണ്. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് ഈ പ്രോബ്ലം ഒന്നുകൂടി കണ്ടു നോക്കുക. എൻ്റെ കൂടെ തന്നെ ചെയ്തു വരിക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് വരിക. അങ്ങനെ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും കേട്ടോ. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു എക്സാമിനേഷൻ ഈ ഓണ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മെയിൻ എക്സാമിനോ ഉറപ്പായിട്ടുണ്ടാവും. പ്രോബബ്ലി രണ്ടിനും ഉണ്ടാവും കേട്ടോ. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഈ പ്രോബ്ലം ചെയ്ത വേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നോ പ്രോബ്ലം സീരീസിൻ്റെ പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും നമ്മുടെ കൂടെ നിൽക്കുക. ഏകൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടിപൊളി ഒരുപാട് ക്ലാസ്സിലൊക്കെ മുന്നോട്ട് വരുന്നു. ലൈവൊക്കെ വരാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാൻ മറന്നുകൊണ്ടാ. പിന്നെ ഒരു കാര്യോട് പറയട്ടെ, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള ഏരിയാസ്, പ്രോബ്ലംസ് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.
കുഴപ്പമായി എന്നാ തോന്നുന്നത്. JK, just kidding.